ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സൂപ്പർ സ്റ്റാർ വ്ലോഗ്സ്. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഈ ഒരു വീഡിയോ അതായത് ഞങ്ങളുടെ അവിടുത്തെ കാളരോട് നേർച്ചയാണ് കേട്ടോ. അപ്പോൾ കുറേ പേർക്ക് അറിയണവരുണ്ടാവാം. അപ്പോൾ ഒരു വലിയ നേർച്ച തന്നെയാണ് കേട്ടോ. അതുപോലെ നല്ല ജനങ്ങളും ഈ ഒരു നേർച്ചയ്ക്ക് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു നേർച്ച നടക്കുന്നത് ശരിക്കും പറഞ്ഞാൽ കാളരോട് പള്ളി, അവിടെ ഒരു പള്ളിയിലാണ് കേട്ടോ. പക്ഷേ നമുക്ക് അങ്ങോട്ട് നമ്മൾ പോയില്ല. നമ്മൾ ഈ ഒരു ഇളനാട് സെൻറ്റർ എന്ന് പറയും. അപ്പോൾ ഇവിടേക്ക് എല്ലാ നേർച്ചയും വരും കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് കാണാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ ഭയങ്കര തിരക്കും ബ്ലോക്കൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ ഇളനാട് സെൻറ്റർ, അപ്പോൾ ഇവിടേക്ക് എല്ലാ നേർച്ചയും വരും. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് കാണാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഇവിടുന്ന് നേർച്ചയെല്ലാം കണ്ട ശേഷം നമ്മൾ നേരെ അമ്മമ്മയുടെ അടുത്തേക്ക് പോകുമെന്ന് വിചാരിച്ചു. അവിടെ ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ അവിടെ പരിപാടി തുടങ്ങും കേട്ടോ. എന്നിട്ട് ആ നേർച്ചയും നേരെ കാളറോട്ടിലേക്ക് പോകും കേട്ടോ. അപ്പോൾ ഒരുവിധം എല്ലാവർക്കും വീഡിയോ കാണുന്ന ആർക്കെങ്കിലൊക്കെ അറിയായിരിക്കും കാളരോട് പള്ളി, കാളരോട് നേർച്ച എന്നൊക്കെ കേട്ടിട്ടുള്ളവരുണ്ടാവാം. അപ്പോൾ എന്തായാലും നല്ല അടിപൊളി നേർച്ച തന്നെയായിരുന്നു. അങ്ങനെ നമ്മൾ ഇളനാട് കുറച്ച് നേരം പരിപാടിയൊക്കെ കണ്ട് അവിടെ നിന്ന് നേരെ അമ്മമ്മയുടെ അടുത്തേക്ക് വന്നു കേട്ടോ. അപ്പോൾ ഇവിടെ അവരോട് പരിപാടി സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ കുറച്ച് നേരം ഇവിടെ ഇവരുടെ പരിപാടി ഉണ്ടാവും. അതിനുശേഷം ഇവർ നേരെ ഇവിടുന്ന് കാളറോഡിക്ക് പോകും കേട്ടോ. അപ്പോൾ കാളറോഡിക്ക് നടക്കാൻ കുറച്ച് ദൂരമുണ്ട്. അപ്പോൾ ഇവിടെ കുറച്ച് നേരം പരിപാടി ഇവരുടെ ഉണ്ടാവും കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അവരുടെ യൂണിഫോമൊക്കെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ, കാണാൻ വേണ്ടിയിട്ട് നല്ല പരിപാടിയായിരുന്നു. അതുപോലെ തന്നെ DJയും അതുപോലെ ഡാൻസ്, അതുപോലെ ദഫ് മുട്ട് അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര സൗണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് മുന്നിൽ കിഴക്കുമുറി യുവജന കമ്മിറ്റി അണിയിച്ചൊരുക്കിയ അതിഗംഭീരമായ ഒരു നേർച്ചയാണ്. നമുക്കൊപ്പം ചേർന്നു ഒട്ടനവധി റിയാലിറ്റി ഷോകളിലും മത്സരവേദികളിലും എത്തി നമ്മുടെ പരിപാടി ആരംഭിക്കുകയാണ്. പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ഒരു ആനയുണ്ട് കേട്ടോ ഇവിടെ നിന്ന്. അപ്പോൾ ആനപ്പുറത്ത് കയറാനുള്ള ലേലം വിളിയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ആദ്യമൊക്കെ അങ്ങനെ കയറാൻ വേണ്ടിയിട്ട് കുറേ പേരായിരിക്കും പെട്ടെന്ന് ഇറങ്ങി വരിക കേട്ടോ. പക്ഷേ ഇപ്പോൾ എല്ലാവരും പേടിച്ചിട്ട് അങ്ങനെ അധികാരം വരുന്നില്ല കേട്ടോ. അങ്ങനെ അവിടുത്തെ ആനപ്പുറത്ത് കയറാൻ വേണ്ടി ലേലം വിളി തുടങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും അവിടുത്തെ ജനങ്ങളൊക്കെ വന്നുകൂടി പരിപാടി കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ കുറച്ച് നേരം പരിപാടി ഉണ്ടാകും. അതിനുശേഷം ഇവർ ഇവിടെ നിന്ന് നടന്ന് കാളരോട് പള്ളിക്ക് പോകും കേട്ടോ. അപ്പോൾ കുറച്ച് ദൂരമുണ്ട് അവിടേക്ക് നടന്ന് പോകാൻ. നമുക്ക് സമയമില്ല, വേഗം നോക്കണം. 700 ഒരു വട്ടം, 700 2 വട്ടം. ഇനി ആരെങ്കിലും ഉണ്ടോ? നെറ്റിപ്പട്ട
പിന്നെ അവരുടെ ഈ ഒരു ഡാൻസും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്താണ് പാട്ട് വെച്ച് കോപ്പിറൈറ്റ് വരും, അതുകൊണ്ട് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് കേട്ടോ. നല്ല അടിപൊളി ഡാൻസ് ആയിരുന്നു, എന്തായാലും അടിച്ചു പൊളിച്ചു കേട്ടോ. അപ്പോൾ ഇത് അമ്മമ്മയുടെ അവിടെയാണ് ഈ പരിപാടി നടക്കുന്നത് കേട്ടോ. ഇത് കഴിഞ്ഞ ശേഷം ഇവർ ഇവിടെ നിന്ന് നടന്നിട്ട് നേരെ കാളരോട് പള്ളിയിലായിരിക്കും എല്ലാ നേർച്ച അവിടെ എത്തും കേട്ടോ. അവിടെ എത്തുമ്പോൾ തന്നെ എന്തായാലും ഒരു ഇത് ലേറ്റ് ആവും, കാരണം ഇവിടെ കുറേ പരിപാടി ഇവിടെ അവതരിപ്പിച്ച ശേഷമാണ് ഇവർ ഇവിടുന്ന് പോവുക കേട്ടോ. അതുപോലെ തന്നെ DJ നല്ല സൗണ്ടായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നെഞ്ചൊക്കെ ഇങ്ങനെ ഇടിക്കുന്ന പോലെ സൗണ്ടായിരുന്നു. എന്തായാലും എല്ലാവരും ഇതാ ഈ മറ്റേ പച്ച ഡ്രസ്സൊക്കെ ഇട്ടില്ല, അവരൊക്കെ ഫുൾ കമ്മിറ്റിക്കാരാണ് കേട്ടോ. ശരിക്കും അവരുടെ കോസ്റ്റ്യൂമൊക്കെ നല്ല അടിപൊളിയായിരുന്നു. അതുപോലെ തന്നെ ഇവരുടെ ഡാൻസും അതുപോലെ തന്നെ എല്ലാവരും ഡാൻസ് കളിച്ച് എന്തായാലും അടിച്ചു പൊളിച്ചു കേട്ടോ നേർച്ച. അപ്പോൾ ഞങ്ങൾ ശരിക്കും കാളരോട് അങ്ങോട്ട് പോകാൻ പ്ലാൻ ചെയ്തായിരുന്നു, പക്ഷേ പോകണതല്ല പാട്, തിരിച്ച് വരുമ്പോൾ ഭയങ്കര ബ്ലോക്കും തിരക്കായിരിക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ ഇവിടെ നിന്നൊക്കെ കാണാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇത് എന്തായാലും ഇവിടെ കണ്ടിട്ടിപ്പോൾ നമ്മൾ നേരെ വീട്ടിലോട്ട് പോകും. അപ്പോൾ ഇനി ശിവരാത്രിയുടെ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ ഓരോന്നാരും എഡിറ്റ് ചെയ്തിട്ട് ഇടാം. പിന്നെ ഇവിടെ റേഞ്ചിൻ്റെ പ്രശ്നമുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് പ്രത്യേകിച്ച് എനിക്ക് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുമ്പോൾ ഭയങ്കര അധികം ലേറ്റ് ആവുന്നത്. പിന്നെ അവിടെ എല്ലാവരും കൂടി ഫുൾ ഡാൻസ് ആയിരുന്നു കേട്ടോ. DJ ഒക്കെ ആയി, എന്തായാലും എല്ലാവരും കൂടി ഉള്ളൊരു അടിച്ചുപൊളി ഡാൻസ് ആയിരുന്നു. പിന്നെ അവിടെ ഇപ്പോൾ വേലയാണെങ്കിലും നേർച്ചയാണെങ്കിലൊക്കെ മെയിനായിട്ട് ഇപ്പോൾ DJ ആണ് കേട്ടോ. DJ ആകുമ്പോൾ എല്ലാവരും ഡാൻസുകളെയും അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ പരിപാടി കൂടുതലും. ഇപ്പോൾ എല്ലാവർക്കും മെയിനായിട്ട് DJ ആണ് എല്ലാവരും ആസ്വദിക്കുന്നത് കേട്ടോ, കാരണം പാട്ട് വെച്ച് ഫുൾ ഡാൻസാണ് ഇപ്പോൾ. അപ്പോൾ എന്തായാലും നേർച്ച ഞങ്ങൾ എന്തായാലും അടിച്ചു പൊളിച്ചു കേട്ടോ. പിന്നെ ഇവിടെ പരിപാടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഞങ്ങൾ അതിന് മുന്നേ ഇവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. വേഗം ഇനി നേരെ വീട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ചു, കാരണം പോകുന്ന അവിടെയൊക്കെ ഈ നേർച്ചയുടെ പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അപ്പോൾ ചിലപ്പോൾ ബ്ലോക്കും ഉണ്ടാവും കേട്ടോ. അതുകൊണ്ട് പിന്നെ വേഗം പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ കാണാൻ പോയപ്പോൾ കുറച്ച് വീഡിയോസ് എടുത്തു, അപ്പോൾ അതിൻ്റെ ചെറിയൊരു വ്ളോഗാണ് കേട്ടോ, അല്ലാണ്ട് ലോങ് വീഡിയോസൊന്നും അല്ല, ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിനെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇനി നല്ല അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ നാട്ടിൽ വന്നിട്ട് ഞാൻ കുറേ വീഡിയോസ് എടുക്കാനൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്, പക്ഷെ നടക്കണില്ല കേട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ. ഇത് കഴിഞ്ഞ ശേഷം നമ്മൾ നേരെ വീട്ടിലോട്ട് പോവുകയാണ്. പിന്നെ ഇവിടുന്ന് ഇറങ്ങിയ ശേഷം നമ്മൾ പോകുന്ന വഴിക്ക് ചെറിയ ബ്ലോക്കൊക്കെ കിട്ടി കേട്ടോ, കാരണം ഫുൾ അവിടെ നേർച്ചയുടെ പ്രോഗ്രാമൊക്കെയാണ് കേട്ടോ എല്ലാവരും നടക്കുന്നത്. ഇനി ഇവരെല്ലാവരും കൂടി കളറോട് അവിടെ പള്ളിയിലൂടെ എത്തുമ്പോഴേക്കും തന്നെ സമയം ഒരുപാടാവും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നിറയെ ജനങ്ങളുണ്ടായിരുന്നു പ്രാവശ്യം പ്രോഗ്രാമൊക്കെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങൾ പള്ളിയിലോട്ട് അങ്ങോട്ട് പോയില്ല കേട്ടോ. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ വരവ് കണക്കായിരിക്കും, കാരണം അത്രയും തിരക്കായിരിക്കും അവിടെ. അതുകൊണ്ട് ഞങ്ങൾ ഈ പരിപാടിയൊക്കെ കണ്ടിട്ട് നേരെ ഇനി വീട്ടിലോട്ട് പോകാനുള്ള പ്ലാനാണ് കേട്ടോ. Mana nanti can bayi gula tak, gula kembang